കുട്ടികളും ബാധാദോഷവും ഇപ്പോൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന മെജോറിറ്റി ആൾക്കാരിലും പെൺകുട്ടികളുടെ ശരീരത്തിൽ ബാധാദോഷങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ സംസാരിക്കുന്ന സമയങ്ങളിലോ നടന്നു പോകുന്ന സമയങ്ങളിലോ ബാക്കിൽ നിന്ന് പുഷ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. തള്ളി വീഴ്ത്തുക, അല്ലെങ്കിൽ ഈ എന്തുകൊണ്ടാണ് ബാധാദോഷങ്ങൾ കയറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ശരീരത്തിൽ മാത്രം കയറുന്നത്, ഒന്ന് പറയാമോ അമ്മേ? സാധാരണ ഈ നെഗറ്റീവ് എനർജിയാണ് ഈ ബാധ. അതെ. നെഗറ്റീവ് എനർജി വരുന്നത് എണ്ണ തേച്ച് നിൽക്കുന്ന ഈ പഴയ കാലത്തൊക്കെ കാലത്ത് എണ്ണ തേച്ച് പാടത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എണ്ണ തേച്ച് നിൽക്കുന്ന ഗർഭിണികളിൽ, മുലയൊട്ടുന്ന അമ്മമാരിൽ, പീരീഡ്സ് ആയ സ്ത്രീകളിലൊക്കെയാണ് ഈ ബാധാദോഷം വരിക. പണ്ടൊക്കെ ഇങ്ങനെ ആണ സമയത്ത് ഈ താക്കോൽ കൊടുക്കും കയ്യിൽ. താക്കോൽ എന്ന് പറഞ്ഞാൽ പഴയ താക്കോൽ എന്ന് പറഞ്ഞാൽ 5 കിലോ ഉണ്ടാവും, ഇരുമ്പിൻ്റെ താക്കോൽ. ഇപ്പം ഇവിടെ ഇരുമ്പ് ഇല്ല. പക്ഷെ ഈ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരൊക്കെ ഈ കുതിരലാടത്തിന് മോതിരിടും. ശരി. അവർ ഒരു പ്രായമായി കഴിഞ്ഞാൽ വയസ്സറിയിക്കാറായിരിക്കുമ്പോൾ ഇടും. അപ്പോൾ അവർക്ക് ദോഷം വരില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ നടക്കുമ്പോഴൊക്കെ ഫോൺ വിളിച്ചിട്ടില്ല. ഇപ്പോൾ ആരെയും ഇടിച്ചാലും നമ്മൾ അറിയില്ലല്ലോ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, ഇപ്പം ശ്മശാനമാണോ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഈ ശ്മശാനത്തിലൊക്കെ പോവുക, ശ്മശാനത്തിനടുത്ത് താമസിക്കുക, ശ്മശാനത്തിൻ്റെ എന്തെങ്കിലും നമ്മൾ അമ്പലത്തിനടുത്ത് ശ്മശാനത്തിനടുത്ത് കൂടി അമ്പലത്തിൽ കഴിഞ്ഞിട്ട് പോയത് എളുപ്പ വഴിക്കൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ഈ ആത്മാക്കളുടെ ഒരു ആത്മാവെന്നുണ്ടായാലും നമുക്ക് പേടിച്ചാൽ മതി, തീർന്നു. മനസ്സിൻ്റെ തോന്നലുകളാണ് ഈ നെഗറ്റീവ് എനർജി. ഇപ്പോൾ അമാവാസി അടുത്ത് ജനിച്ചവർക്ക്, എപ്പോഴും അമാവാസി അടുത്ത് ജനിച്ച് ചന്ദ്രൻ വൃശ്ചികരാശി നിൽക്കുന്നവർക്ക്, ഇവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിന് വിഷമം വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാനോ ഇതെന്താണാവോ തോന്നും. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ വാഴയുടെ ഇല കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കഥേൻ്റെ ആങ്ങളെ പറയുന്നത് പ്രേതം ഇങ്ങനെ കാല് നിലത്ത് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് സാരി ഉടുക്കും, വെള്ള സാരി ഉടുക്കും. അപ്പോൾ നമുക്ക് പേടിയാണ്. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഇത് നിൽക്കുന്ന ആടണം. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് തൊടിച്ചു കൊടുത്തു, ഇതാ വാഴയുള്ള. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി തരാം, പേടിയെ നമ്മൾ മാറ്റണം. പേടി മാറ്റിയില്ലെങ്കിൽ അതിൽ ഇരുന്നിരുന്ന് നമ്മുടെ മനസ്സിൽ ഇരുന്ന് അതെന്താവും, സമ്മർദ്ദം ചെത്തി ഭ്രാന്തുമാരിയാവും, വയലൻ്റ് ആവും. പിന്നെ അതുപോലെ വെള്ളത്തിനടുത്ത് ഈ സന്ധ്യാ സമയത്തൊക്കെ വെള്ളത്തിനടുത്ത് കൂടെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് നെഗറ്റീവ് എനർജി കയറാം. നെഗറ്റീവ് എനർജി ഇപ്പം ആത്മഹത്യ ചെയ്തവരുണ്ടാവും, പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഭൂമിയിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്യാത്തയോ മരിക്കാത്തൊരു വീടുണ്ടോ? മഹാബുദ്ധൻ്റെ അടുത്ത് ഒരു അമ്മയുടെ മകൻ മരിച്ചപ്പോൾ ചോദിച്ചു, എൻ്റെ കുഞ്ഞിന് ജീവിതം തീർച്ചയായിട്ടും തരാമല്ലോ. 6 വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്നെങ്കിലും കടുക്, മരിക്കാത്ത വീട്ടിൽ നിന്ന് കടുക് മനുഷ്യണ്ടാവണം. അങ്ങനെ വീടില്ലല്ലോ. മരണം ജനനം എന്ന് പറഞ്ഞാൽ ദൈവനിശ്ചയമാണ്. അതിപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇയാൾ ഇങ്ങനെ മരിക്കണം, ഇന്ന രീതിയിൽ മരിക്കണം. നമ്മുടെ ജാതകത്തിൽ നോക്കുമ്പോൾ അറിയാം നമ്മളെങ്ങനെയൊക്കെയാണ് മരിക്കുക നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഇപ്പം പെട്ടെന്ന് മരിക്കണമാവും, കിടന്നരയിച്ച് മരിക്കണമാവും. പിന്നെ നമ്മുടെ കർമ്മഫലം ഉണ്ട് കേട്ടോ. കർമ്മഫലം അതായത് 2, 5, 10 നോക്കുക. നമ്മൾ കവടി വെച്ച് നോക്കുമ്പോൾ 2, 5, 2 എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇനി 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് പ്രാവ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, 10 എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്ത് ദോഷം. അത് ഈ കർമ്മികൾ ഇപ്പോൾ പറഞ്ഞല്ലോ, നേരെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് മരണം പെട്ടെന്ന് വരില്ല, ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും പോസിറ്റീവായി തിങ്ക് ചെയ്യുന്നവർക്ക് ഈ നെഗറ്റീവ് എനർജി കയറില്ല. എപ്പോഴും നമ്മൾ ഭഗവാനെ വിചാരിക്കുക, നാമം ചെല്ലുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. അതല്ലേ ക്രിസ്ത്യൻസൊക്കെ കൊന്തയിടൂലേ കഴുത്തിൽ, എന്താ അത് നമുക്കല്ലൊന്നുമില്ലാത്ത ആവരണങ്ങളൊന്നും. അത് അങ്ങനെ കിട്ടി കഴിയുമ്പോൾ ഈ നെഗറ്റീവ് എനർജി കയറില്ല. ഇപ്പോൾ ഒരു പുഴയുടെ അടുത്ത് പോയി, ചിലപ്പോൾ പുഴയിൽ എന്തൊക്കെ സംഭവിച്ചാൽ റെയിൽവേ ട്രാക്കിനടുത്ത് പോയി, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് തോന്നുകയാണ് ഇന്ന ദിക്കിൽ ഇന്നൊരു ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് മരിച്ചു തോന്നുകയാണെങ്കിൽ നമ്മൾ മനസ്സുണ്ടാക്കുക. മണിച്ചിത്രത്താഴിലെ ശോഭ വല്ലതും ഉണ്ടായിട്ടാണോ? മനസ്സിൽ നമ്മൾ ആ കരയ്ക്ക് വന്നു കഴിയുമ്പോൾ എന്തായും ലാസ്റ്റ് നമുക്ക് നിഗൂഢതകൾ നിറഞ്ഞിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നടക്കുമ്പോൾ കൂടുതൽ ആളിന് തോന്നും. ഇതൊക്കെ തോന്നലുകളാണ്. പക്ഷേ ആ തോന്നലോട് നമുക്ക് എന്തൊക്കെ സംഭവിക്കാം. നമ്മുടെ കൂടെ ഒരാളുണ്ട്, നമ്മളെ ഉപദ്രവിക്കാൻ വരികയാണ് എന്നൊക്കെ തോന്നിയ വിഷമല്ലേ. പക്ഷെ അങ്ങനെയുള്ള മനസ്സിൽ ചിന്തകളെ മാറ്റാനായിട്ട് എന്തെങ്കിലും അക്കോര ഹോമമൊക്കെ ചെയ്ത് ഇതിൽ ആവാഹിച്ച്, ഇവർ കാണണ്ടേ നമ്മളെന്താ ചെയ്യണമെന്ന്, ആവാഹിച്ച് പ്രതിമയിൽ ഉച്ചാടനം ചെയ്യും. അപ്പോൾ ഈ ആളുടെ മനസ്സ് സമാധാനം, നമുക്ക് സമാധാനം. ഇനി പൂർവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തി ഞെക്കി കൊല്ലുക, വെള്ളത്തിൽ ചാടി മരിക്കുക. അപ്പം പണ്ട് കാലത്ത് തറവാട്ടുകാർക്ക് ജോലിക്കാർക്കൊന്നും കാശൊന്നും മര്യാദ കൊടുക്കില്ലായിരിക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ അവിടെ ഈ ധാരാളം കൂട്ടുകുടുംബമൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ പുരുഷന്മാരൊക്കെ ചിലപ്പോൾ വേലക്കാരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അറിയില്ലല്ലോ നമുക്ക്. ഈ സ്ത്രീകൾ ഒരാൾക്ക് മരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോൾ മരിക്കാൻ ആ സമയത്ത് മനം പ്രാവിട്ടേ മരിക്കുള്ളൂ. ആ പ്രാക്ക് ദോഷം ഈ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്ത് വരും. 7 തലമുറ വരെ ഏതെങ്കിലും അംഗത്ത് വരും. അങ്ങനെ വന്ന് ഞാൻ അവൻ്റെ ജീവിതം കട്ടപ്പകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഭൂമിക്ക് വേണ്ടി തല പിടിച്ചിട്ട് ഭൂമിയിൽ കുഴിച്ചിടുക, അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഇതുപോലെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ ഈ ദോഷം വരുമ്പോൾ നെഗറ്റീവ് എനർജിയാണ്, അതാണ് ബാധ എന്ന് പറയുന്നത്. ബാധയുണ്ടാവും.
പിന്നെ ഇല്ലാണ്ട് ബാധയാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ബാധ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ കബഡി വെച്ച് നോക്കുമ്പോൾ ഗുളികേൻ്റെ ഇത് കൊണ്ടാണ് നമുക്ക് ബാധയെ പറയാൻ പറ്റുക. ഇപ്പം അച്ഛൻ്റെ വീട്ടിലൊരു ദോഷമാണെങ്കിൽ ആദ്യത്തിൻ്റെ കൂടെയോ ആദ്യത്തിനോട് ചേർന്നോ ഗുളിക ഉണ്ടെങ്കിൽ പറയാം ഇന്ന കാര്യമാണെന്ന് പറയാം. അത് നല്ല സ്ഥലത്താണ് കുഴപ്പമില്ല. ലഗ്നത്തിൽ ഗുളിക വരികയാണെങ്കിൽ പേടിക്കണ്ട. നമ്മളൊരാൾ ജനിക്കുന്ന സമയത്ത് ഗുളിക ഉണ്ടെങ്കിൽ രാജാവിനെ പോലെയാണെന്ന് പറയാം. അപ്പം അങ്ങനെ ഓരോ സന്ദർഭത്തിൽ 11-നും 10-നും ഗുളികയും വലിയ കുഴപ്പമില്ല. പക്ഷേ വേറെ സ്ഥാനങ്ങളിലൊക്കെ തിന്നു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ദോഷങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി പരിഹാരം ചെയ്താൽ ആ ആളുടെ കാര്യം രക്ഷപ്പെടും. അതിന് വേറെ മന്ത്രവാദമോ അടിയോ ചോറ് വെച്ച് അടിക്കുകയോ ഒന്നും വേണ്ട. അതിന് പ്രത്യേകിച്ച് ആഘോരഹോമം ചെയ്ത് ഇതിനെ നമ്മൾ ഒഴിവാക്കി മാറ്റാൻ പറ്റും. മഹാദേവന് പറ്റാത്ത ഒന്നും തന്നെ ഭൂമിയിലില്ല, അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മനസ്സിൻ്റെ ചിന്തകളാണ്. ഇപ്പോൾ നാളെ പോലെ കോഴിക്കോട് ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ഇതുപോലെ തന്നെ ആരുണ്ടായാലും ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ പേടിയായി. പ്രേതമുണ്ടോ? ദൂരം ആൾക്കാർ മരിച്ച സ്ഥലങ്ങളായിരിക്കും. പ്രേതമുണ്ടോ തോന്നൽ വരുന്നു. ആ തോന്നൽ വന്നപ്പോഴേക്കും പിന്നെ അത് വയലൻ്റായി. അപ്പോൾ ആ വയലൻ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ആളുണ്ടല്ലോ, അപ്പോൾ പേടി വയലൻ്റ് ആവും. ആ വയലൻ്റായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവരെ പിടിച്ച് കെട്ടിയിടും. മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊടുക്കും. സൈക്കാട്രി മെഡിസിൻ കൊടുക്കും. ഇതല്ലേ ഡോക്ടർമാർ ചെയ്യണത്. അതോടുകൂടി അവർ ജീവിതം പോയി. സൈക്കാട്രി മെഡിസിൻ കഴിഞ്ഞാൽ പിന്നെ പ്ലോറിങ് കൊണ്ടിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ നമ്മൾ പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മനസ്സിന് നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിന് കുറേ മാറ്റം വരും. അപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷെ പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല. ചിലർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പേടിയാണ്. തന്നെ ഇരുന്ന പേടി എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ പറഞ്ഞ് കൗൺസിലിംഗ് ചെയ്താൽ തന്നെ മാറ്റം വരും. അത് ഓടിപ്പോയി സൈക്കാട്രി ഡോക്ടറെ കണ്ട് സൈക്കാട്രി മെഡിസിൻ ഒന്നും കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരാം. റേക്കി ചെയ്യാം ഒരു പരിധി വരെ. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഈ ദോഷങ്ങൾ മാറ്റാൻ റേക്കി ചെയ്ത് മാറ്റാൻ പറ്റും. റേക്കി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഓരോ നമുക്ക് ചക്രാസ് ഉണ്ടല്ലോ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഘൃതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാംഗം, ചക്രണം. ഈ ചക്രങ്ങൾ ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ബ്ലോക്കിനെ മാറ്റിയാൽ മതി. അനാഘചക്രത്തിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ വക ചിന്തകൾ വരിക. അപ്പോൾ എന്നെ ആരും സ്നേഹിച്ചാൽ പോലെ എന്നെ ആർക്കും ഇഷ്ടമല്ല, ആരും സ്നേഹിക്കില്ല. ഈ അനാഘ ബ്ലോക്ക് വരുമ്പോൾ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ റേക്ക് വെച്ച് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും. മാറ്റിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ അമ്മ പറഞ്ഞ പോലെ ഇപ്പം ഈ പറയുന്ന മനസ്സിന്റെ ഒരു ബലക്കുറവാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് തോന്നൽ വരുന്നത്. പക്ഷെ മനസ്സിന്റെ ബലമില്ലാത്തവരെ മനസ്സിന്റെ ബലം കൂട്ടാൻ വേണ്ടി മഹാദേവനെ ഉപാസിക്കുകയോ അല്ലെങ്കിൽ ദേവി ക്ഷേത്രങ്ങളിൽ പൂജിച്ചുകയോ വെള്ളിയും പോവുകയോ അങ്ങനെ പല പല സൊല്യൂഷൻസ് പറയുന്നുണ്ട്. പക്ഷെ അമ്മ ഈ സാധാരണ രീതിയിൽ ഈ പേടിപ്പെടുത്തലുകളാണ് ഇവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഒരു വികാരങ്ങളായിട്ട് കിടക്കുന്നത്. അപ്പോൾ തോന്നലുകൾ വരും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഈ എത്രയോ പേര് എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഒരു ദിവസം ഒരു എങ്ങനെ പോയാലും ഒരു 150-200 കോള് പല സംഭവം. അപ്പോൾ എല്ലാ കോളും എടുക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിയാണ്. ഈ പേടി നമുക്ക് എന്താ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വഴി? ഇവർക്ക് വീട്ടിൽ പേടി മാറ്റാൻ സ്വന്തമായിട്ട് ഉപാസിക്കാൻ പറഞ്ഞ ഉപാസിക്കുന്നവരുണ്ടാകാം, ജപിക്കുന്നവരുണ്ടാകാം. എപ്പോഴും കയ്യിൽ പല സെലിബ്രിറ്റീസും ഈ ജപമാല കൊണ്ട് നടക്കാറുണ്ട്, ജപിക്കാം. പക്ഷെ ഇതിനേക്കാളും അപ്പുറം ഇവർക്ക് ജപിക്കാൻ ഒരു മന്ത്രം പറയാനെങ്കിൽ ഏത് മന്ത്രമായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അവർക്ക് സാധാരണയായിട്ട് കാളി മന്ത്രം നല്ലതാണ്. ഓം ഐംക്ലീം സൗം ഭദ്രകാളി നമ. ഭദ്രകാളി ഉപദേശം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് സജസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. ഉപദേശപ്രകാരമാണ്. നമശിവായ ചൊല്ലാലോ, അതിനൊരു ഉപദേശം വേണ്ടല്ലോ. ഓം നമശിവായ ചൊല്ലാം. ഓം നമശിവായ. പിന്നെ ഈ ചന്ദ്രന്റെ ബലമില്ലാത്തവർക്ക് പൗർണമിക്ക് ആകാശത്ത് നോക്കി നമ്മൾ ചന്ദ്രൻ വരുമല്ലോ, ചന്ദ്രനെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ ഒരു പാത്രത്തിൽ സ്ഫടികപാത്രത്തിൽ വെള്ളം വെച്ച് പ്രാർത്ഥിച്ച ശേഷം അടച്ചു വെച്ച് പിറ്റേ ദിവസം കുടിക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് കാര്യസാധ്യം ചെയ്യും, മനസ്സമാധാനം ഉണ്ടാവും. ലളിതാ സഹസ്രനാമം ജപിക്കാം ചന്ദ്രനെ നോക്കി. ഒരുപാട് ഐശ്വര്യം ഉണ്ടാവും. ഇതെല്ലാവർക്കും സാധിക്കില്ല. സാധിക്കുന്നവർ ജപിച്ചത് നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ അതിന് 134-ാമത്തെ ശ്ലോകമുണ്ട്, രാജരാജേശ്വരി രാജബലം. ആ 2 വരിയും ജപിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല. സൂര്യനെ നോക്കി പ്രാർത്ഥിച്ചാലും നമുക്ക് മനോബലം ഉണ്ടാവും, ആത്മബലം. ഇത് രണ്ടുമില്ലാത്ത ആൾക്കാരുണ്ടാവും. തുലാമാസത്തിൽ ജനിക്കുന്ന ഒരാൾ, തുലാമാസം 10-നുള്ളിൽ ജനിക്കുന്ന ആൾക്ക് ആത്മബലവും ഇല്ല. അമാവാസിയായിരിക്കും, അന്ന് അമാവാസിയാണെന്ന് വയ്ക്കും. തുലാമാസത്തെ കറുത്ത വാവിന് ജനിക്കുന്ന ഒരാൾ ആത്മബലമില്ല, മനോബലമില്ല. അവരെന്ത് ചെയ്യും? അവർക്ക് അപ്പോൾ മഹാദേവനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിക്കാം. ഒരുവിധം മാറ്റം വരും. അപ്പോൾ നമശിവായ ആർക്കു വേണമെങ്കിൽ ജപിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രംബികേ ദേവി നാരായണ നമസ്തേ. ആർക്കു വേണമെങ്കിൽ ജപിക്കാം. ഇതിനൊന്നും ഉപദേശം വേണ്ട. മഹാദേവനെ പ്രാർത്ഥിക്കാനോ പാർവതിയെ പ്രാർത്ഥിക്കാനോ പ്രത്യേകിച്ച് ഉപദേശമൊന്നും വേണ്ട. പിന്നെ നമുക്ക് നമശിവായ ഹനുമാൻ രാമ ജപിച്ച അപകടങ്ങളെ കൊഴിയും. രാമ ജപിക്കാം. രാമ എന്ന് പറഞ്ഞാൽ രാ എന്ന് പറഞ്ഞാൽ നാരായണൻ്റെ രാ, മാ എന്ന് പറഞ്ഞാൽ നമശിവായുടെ മാ. രാമ ജപിച്ചാൽ മതി, ഹനുമാൻ അവിടെ എത്തും. രാമ ജപിക്കാം. പിന്നെ ജാതകത്തിൽ മോശമുള്ള ആൾക്കാർക്ക് ഹനുമാൻ ചാലിസ്യമല്ല, ജാതക മോശത്തെ മാറ്റാൻ ഹനുമാൻ സ്വാമിക്ക് പറ്റുള്ളൂ. ഹനുമാൻ ചാലിസ്യം, രാമ ജപിക്കാം. ഇങ്ങനെയൊക്കെ ജപിച്ച് കഴിയുമ്പോൾ ഭയത്തിനും അതിന് ഉപദേശങ്ങളൊന്നും വേണ്ട. ഓം നമശിവായ, രാമ, അതുപോലെ സർവമംഗളമംഗലി, ഇതൊക്കെ ചെല്ലണേന്
ഓം നമോ നാരായണ അതൊക്കെ ചെല്ലുന്നത് അത് രോഗവിമുക്തിക്ക് നല്ലതാണ്, രോഗശമനത്തിനൊക്കെ നല്ലതാണ്. ഓം നമോ നാരായണായ. മക്കളുടെ സ്വഭാവം അവർ നല്ലതാണ്. ഓം നമോ നാരായണായ. നമ്മൾ മക്കളിപ്പോൾ മദ്യപാനമൊക്കെ ആണെങ്കിൽ നമ്മൾ കിഴക്കോട്ട് കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായിട്ട് ഇടത്തേക്ക് നെഞ്ചത്ത് വെച്ച് ഇടത്തേക്കാൾ മുന്നോട്ട് വെച്ച് ഓം നമോ നാരായണായ 3 പ്രാവശ്യം ജപിച്ചാൽ തന്നെ കാലക്രമേണ അത് മാറ്റം വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക്. എന്തായാലും സന്തോഷം. എല്ലാവരുടെയും പേടികളും മാറട്ടെ. 100% ആരോഗ്യത്തോടും വളരെ സന്തോഷത്തോടുകൂടിയും വളരെ വിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അതായത് ഈ പേടികളാണ് മനസ്സിനെ പൂർണ്ണമായിട്ട് തകർക്കുന്നത്. മനസ്സ് ബലമായി കഴിഞ്ഞാൽ ഒന്നും നമ്മളെ ബാധിക്കില്ല. പൂർണ്ണമായും ഈശ്വരന് സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.